അതിലെയും നൂറയും ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തേക്ക് പോവുകയാണോ? ഇന്നലെ ഒരു ഞെട്ടിപ്പിക്കുന്ന പ്രൊമോ ഇറങ്ങിയായിരുന്നു അല്ലെ? അതിലെയും നൂറയും കൂടി ഒരു സെപ്പറേറ്റ് സ്പേസിൽ നിൽക്കുകയാണ്. എന്താണെന്ന് സംഭവിക്കുന്നത് മനസ്സിലാവുന്നില്ല. എന്തോ ത്യാഗമാണെന്ന് ആ പ്രൊമോയിൽ പറയുന്നുണ്ട്. ഇനി ഇവര് മൊത്തത്തിൽ പുറത്തു പോവാണോ അതോ ഇവരിൽ നിന്ന് ഒരാളെ പുറത്തേക്ക് വിടുകയാണോ ഒന്നും മനസ്സിലാവുന്നില്ലായിരുന്നു. എല്ലാവരും ആ ഒരു മൊമെന്റിന് വേണ്ടിയിട്ട് എല്ലാവരും വെയിറ്റിംഗ് ആയിരുന്നു. ഇപ്പൊ എന്തായാലും ലൈവില് ആ ഒരു മൊമെന്റ് അവസാനിച്ചിരിക്കുകയാണ്. ഒരു ടാസ്ക് ആയിരുന്നു. ആ ടാസ്കില് ഒരു ത്യാഗിയെ സെലക്ട് ചെയ്യാൻ പറയുന്നുണ്ട് ബിഗ് ബോസ് വീട്ടിൽ നിന്ന്. അതായത് ബിഗ് ബോസ് വീടിന് വേണ്ടി എന്തും ത്യജിക്കാൻ റെഡിയായ ആൾക്കാർ. എന്നിട്ട് ഇവർ ത്യജിച്ചതിന്റെ പേരിൽ ഇവർക്ക് കിട്ടുന്ന പോയിന്റ് ആയിരിക്കും അപ്പോൾ ഒരു പണിപ്പുര ടാസ്കിലേക്ക് കിട്ടുന്ന ആഡ് ചെയ്യുന്ന പോയിന്റ് എന്ന് പറയുന്നത്. അങ്ങനെ അതിലെ നൂറേനെയും വീട്ടുകാരെല്ലാരും കൂടെ തീരുമാനിക്കുന്നു. നറുക്കിട്ടൊക്കെയാണ് എടുക്കുന്നത്. എന്താണേലും തീരുമാനിച്ചവരകത്ത് പോയി ഒന്നാമത്തെ കാർഡിൽ ചോദിച്ചിരിക്കുകയാണ്, ഓക്കെ നിങ്ങൾ ഈ ടാസ്കിന് റെഡിയായോ? റെഡിയായി. രണ്ടാമത്തെ ഒരു കാർഡിൽ ചോദിച്ചിരിക്കുകയാണ്, ഫാമിലി വീക്ക് വരാൻ പോവുകയാണ്, അപ്പോ നിങ്ങൾക്ക് കാണണമെന്ന് ആഗ്രഹമുള്ള 3 ഫാമിലീസിന്റെ ആരുടെയൊക്കെ ഫാമിലിയാണ് നിങ്ങൾക്ക് കാണണമെന്ന് ആഗ്രഹമുള്ള 3 പേരുടെ പേര് പറയാം. അവർ ചൂസ് ചെയ്തത് റെന ഫാത്തിമ, അപ്പാനി ശരത്, രേണു സുധി. തികച്ചും കുറച്ചൊരു എന്താ പറയാ ഒരു ഇന്നസെന്റ് ആയ രീതിയിലുള്ള ഒരു ചൂസ് തന്നെയായിരുന്നു. കാരണം അവർ ഈ പരിസരത്താണെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വീട്ടിൽ കാണണം, വീട്ടുകാരെ കാണണം, ഭാര്യയെ കാണണം, ഭയങ്കര ബുദ്ധിമുട്ടിക്കൂടെയാണ് പോയിക്കൊണ്ടിരുന്നത്. രേണു ചേച്ചി ആണെങ്കിലും എപ്പോഴും കൊച്ചുങ്ങളെ കാണണം എന്നൊക്കെ എപ്പോഴും പറയാറുണ്ട്. റെനെ ആണെങ്കിലും കഴിഞ്ഞിടയ്ക്ക് കുറച്ച് അപ്സെറ്റ് ആയിരുന്നു. അപ്പൊ ഈ 3 പേരെയാണ് ഇവർ ചൂസ് ചെയ്തത്. റെനയുമായിട്ട് കുറച്ചു നേരം മുന്നേ ഒരു അടിയൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ നിൽക്കുന്നത്. പക്ഷെ ഒരു പേഴ്സണൽ ഗ്രഡ്ജസ് അതില നൂറ വെക്കുന്നില്ല എന്നതിനുള്ള ഒരു ഉദാഹരണമാണ് ഈ ഒരു ടാസ്കിൽ റെന ഫാത്തിമയുടെ ഫാമിലിനെയും കൂടെ ഇവർ ചൂസ് ചെയ്യാൻ കാരണം. ഇനി ഇതിനു ശേഷം നെക്സ്റ്റ് കാളെടുത്തപ്പോഴാണ് പണി കിട്ടിയെന്ന് അറിയുന്നത്. ഈ 3 പേരുടെ ഫാമിലീസിന്റെ എൻട്രിയെ ബ്ലോക്ക് ചെയ്യാൻ പോവാണ്. 750 പോയിന്റ് ആണ് ബിഗ് ബോസ് ഓഫർ ചെയ്തിരിക്കുന്നത്. ഈ പോയിന്റുകൾ നിങ്ങൾ സ്വീകരിക്കുന്നോ അതോ ഇവരുടെ ഫാമിലീസിന് എൻട്രി കൊടുക്കണോ? ഇതാണ്. അതായത് ഈ പോയിന്റിന് വേണ്ടിയിട്ട് ത്യജിക്കേണ്ടത് ഈ 3 ഫാമിലീസിന്റെ എൻട്രികളാണ്. അതൊരു ഭയങ്കര ഒരു മൊമെന്റ് ആയിപ്പോയി അല്ലെ? പക്ഷെ അവിടെ അദില നൂറ എന്ന് പറയുന്ന കണ്ടസ്റ്റൻസ് അവരുടെ ആ ഒരു ഹ്യൂമാനിറ്റി ഭയങ്കരമായിട്ട് എക്സ്പ്രസ് ആയ ഒരു ടാസ്ക് ആയിരുന്നു കേട്ടോ. അവര് അതിലെയാണ് കൂടുതൽ അറിയാലോ, കുറച്ചുകൂടി സംസാരിക്കുന്നയാളാണ്. അപ്പൊ അതിനകത്ത് സ്ട്രോങ് ആയി പറയുന്നുണ്ട്, വേണ്ട നമുക്ക് ഇത് ത്യജിച്ചോണ്ട് ഒരു പോയിന്റ് നമുക്ക് എടുക്കണ്ട, എന്താണേലും നമ്മൾ ഇതിനോട് യൂസ്ഡ് ആയി കഴിഞ്ഞു. നമുക്കിപ്പോ ഈ ഡ്രസ്സും ഈ മുഷിഞ്ഞ ഡ്രസ്സും കാര്യങ്ങളും ഈ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ ഇത്രയും ദിവസം നിന്നു, കുറച്ച് ദിവസം കൂടെ നമുക്ക് നിൽക്കുന്നതിൽ എന്താ പ്രശ്നം? പക്ഷെ ആ 3 പേർക്ക് കിട്ടാൻ പോകുന്ന സന്തോഷം അത് ഭയങ്കര വലുതാണ്. അവരുടെ ഫാമിലീസ് ഇതിനകത്തേക്ക് എൻട്രി വരുമ്പോൾ അവർക്ക് കിട്ടുന്ന സന്തോഷം ഭയങ്കര വലുതാണ്. അപ്പൊ അവര് സംസാരിക്കുന്നുണ്ട്, നമുക്കിത് ആഗ്രഹം ഉണ്ടല്ലോ, നമ്മുടെ ഫാമിലീസ് വരണം അല്ലെ, ആരെങ്കിലും വരുമോന്ന് പോലും അറിയില്ല, അവരുടെ ഫാമിലി കാര്യങ്ങളൊക്കെ അറിയില്ല. അപ്പൊ ഈ ഒരു പ്രശ്നത്തില് ഈ ഒരു കാര്യത്തിൽ നമ്മൾ ഈ ഒരു പോയിന്റ് സ്വീകരിക്കരുതെന്നാണ് അവർ തീരുമാനിച്ചത്. അതിന് പുറത്തേക്ക് ഇറങ്ങിയ ശേഷം വീട്ടുകാർ ഭയങ്കരമായിട്ട് അവരെ